സാധാരണ വെരിക്കോസ് വെയിൻ കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ടാണ് വെരിക്കോസ് വെയിൻ കാണുന്നതെന്ന് പറയാം. അതായത് അമിത ഭാരമുള്ളവരിൽ നമ്മുടെ എഗൻസ്റ്റ് ഗ്രാവിറ്റിയാണ്, അതായത് ഗുരുത്വാകർഷണ ബലത്തിന് എതിരായിട്ടാണ് നമ്മുടെ സിരകളിലൂടെ രക്തം തിരിച്ചു പോകുന്നത്. അപ്പോൾ വെയിറ്റ് കൂടുമ്പോൾ താഴേക്കുള്ള പ്രഷർ കൂടുന്നത് കൊണ്ട് തന്നെ അത്തരം ആൾക്കാരിൽ കുറച്ചധികം നേരം നിന്ന് ജോലി ചെയ്യുന്നവരോ അവർക്ക് ഇരിക്കാൻ, അതായത് കാല് തൂക്കിയിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നവർ, അത്തരം ആൾക്കാരിൽ വെരിക്കോസ് വെയിൻ വരാൻ സാധ്യതയുണ്ട്. ഗർഭിണികളിലും വെരിക്കോസ് വെയിൻ സാധാരണ കാണാറുണ്ട്. പ്രസവാനന്തരം വെരിക്കോസ് വെയിൻ സാധാരണ അത്തരം ഒരു നോർമലി കുറഞ്ഞു പോകാറുണ്ട്. പക്ഷെ ചിലരിൽ അത് കൂടുതൽ കാലം നിൽക്കാറുമുണ്ട്. പിന്നീട് ട്രാഫിക് പോലീസ് ജോലി ചെയ്യുന്നവർ, അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റൈൽസിലൊക്കെ അധികം നേരം നിന്ന് ജോലി ചെയ്യുന്നവർ, ടീച്ചേഴ്സ്, അധിക നേരം നിന്ന് ജോലി ചെയ്യുന്ന ടീച്ചേഴ്സ്, ക്ലാസ് എടുക്കേണ്ടി വരുന്ന ടീച്ചേഴ്സ്, ഇവരിലൊക്കെയാണ് വെരിക്കോസ് വെയിൻ സാധാരണ കാണുന്നത്. ശ്രദ്ധിക്കാനുള്ളത് തുടക്കത്തിലേ തന്നെ, അതായത് നമുക്ക് പുറമേ ഒന്നും കാണാതെ തന്നെ ഇത്തരം ആൾക്കാരിൽ വളരെ കാല് കടച്ചിലും കാലുകളുടെ പുറകിലുള്ള വെയിൻസാണ് കുറച്ച് ഒരു ടോർച്വേഴ്സ് ആയിട്ട് വരുന്നത്. ചെറിയ നിറവ്യത്യാസമൊക്കെ വരുമ്പോൾ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ ചെയ്യുകയാണെങ്കിലും, അതായത് നമുക്ക് ഔഷധങ്ങൾ കൊണ്ടും ഔഷധമില്ലാതെയും തന്നെ ഇത് ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. തുടക്കത്തിൽ നമ്മൾ ചികിത്സ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കട്ടി കൂടി പൊട്ടിപ്പോകാനും അതുപോലെ താഴ്ഭാഗങ്ങൾ വെരിക്കോസ് അൾസർ ഒന്നുമായി പോകാതിരിക്കാനും നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. അതിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബോഡി വെയ്റ്റ്, അതായത് ശരീരഭാരം അധികം ഇത്തരം നിന്ന് ജോലി ചെയ്യുന്നവർ, ഒരു കാല് തൂക്കിയിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ശരീരഭാരം കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാലുകൾ, അതായത് ഒരേ നിലയിൽ തൂക്കിയിടാതെ ഇടയ്ക്കിടയ്ക്കൊന്ന് അനക്കി കൊടുക്കുക. കാലുകൾ അനങ്ങുന്ന രീതിയിലുള്ള വ്യായാമം, നടത്തം ശീലിക്കാം. അതുപോലെ തന്നെ കാലുകൾ ഉയർത്തി വെച്ചിട്ട്, അതായത് രക്തയോട്ടത്തിന് തിരിച്ചുള്ള രക്തയോട്ടത്തിന് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസുകൾ ശീലിക്കാവുന്നതാണ്. തുടക്കത്തിൽ തന്നെ കഴപ്പം ചെറിയ രീതിയിലൊക്കെ വെയിൻ പൊന്തി വരികയാണെങ്കിൽ ടൈറ്റ് ബാൻഡേജുകൾ, പ്രഷർ ബാൻഡേജുകൾ ചെയ്യാറുണ്ട്. അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഓരോരുത്തർക്കും ഓരോ തരമാണ്. അതായത് പ്രഷർ സോക്സുകൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം വളരെയധികം കബളിക്കപ്പെടുന്ന ഒരു ചികിത്സാക്രമമാണ്. കാരണം നമുക്കിപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് നോക്കിയാൽ വെരിക്കോസ് വെയിൻ നീഡിൽ കൊണ്ടും വെരിക്കോസ് വെയിൻ സോക്സ് കൊണ്ടും ഒക്കെ മാറ്റാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ ഒത്തിരി ചികിത്സകൾ ലഭ്യമാണ്. പക്ഷേ കൃത്യമായ ചികിത്സ ചെയ്തില്ല എങ്കിൽ അത് പിന്നീട് രോഗാവസ്ഥ കൂടാൻ സാധ്യതയുണ്ട്. ഓരോ വ്യക്തിക്കും ഉപയോഗിക്കേണ്ട സോക്സ്, ടൈറ്റ് ബാൻഡേജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഡോക്ടറിൻ്റെ അതായത് ബാൻഡേജിങ് ടെക്നിക്ക് വേറെയാണ്. സാധാരണ ഒരു നീര് വരുമ്പോൾ ബാൻഡേജ് ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ നമുക്ക് കാല് മുറിഞ്ഞു പോയാൽ ബാൻഡേജ് ചെയ്യുന്നത് പോലെയല്ല വെരിക്കോസ് ബാൻഡേജിങ് ചെയ്യേണ്ടത്. അതിന് ഡയറക്ഷൻ വ്യത്യാസമാണ്. താഴ്ന്ന് മുകളിലോട്ട് ശരിക്കും പ്രഷർ കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ തന്നെ പ്രഷർ കൊടുത്ത് ചെയ്യണം. പിന്നീടുള്ളത് പുകവലി ശീലമായിട്ടുള്ളവർ, ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതായത് നമ്മുടെ പെരിഫറായിട്ട് പുറത്ത് കാണുന്ന വെയിൻസ് അല്ലാതെ ഉള്ളിലേക്കുള്ള വെയിൻസുകളിലും ഒക്കെ തന്നെ രക്തം ഓട്ടം തടസ്സപ്പെടുകയും വാൽവുകളുടെ പ്രവർത്തനത്തെ തകരാറ് വരികയും ഇത്തരം ആൾക്കാർ വളരെ കലശമായ കാലുകടച്ചിലും കാലുകഴപ്പും ഒക്കെ ആയിട്ട് തുടങ്ങിയിട്ട് വെരിക്കോസ് അൾസർ പോലെയൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അപ്പം ഇതൊക്കെയാണ് കാരണങ്ങൾ. ഇത്തരം കാരണങ്ങളുള്ളവർ അത് രോഗനിയന്ത്രണത്തിന് വേണ്ടിയിട്ട് ഈ കാരണങ്ങൾ ഒഴിവാക്കുകയും എക്സസൈസ് കുറച്ച് കൃത്യമാക്കുകയും ചെയ്താൽ വെരിക്കോസ് വെയിൻ്റെ സാധ്യത കുറയ്ക്കാൻ സാധിക്കും.